ഹായ്. അപ്പം ഞാനിന്ന് ഉപ്പിലിട്ട നെല്ലിക്ക വെച്ചൊരു ചമ്മന്തി ഉണ്ടാക്കുവാണ്. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ആ രീതിയിലൊന്ന് വെച്ച് നോക്കുന്നതാണ്. അതിലാണെങ്കിൽ അവർ പച്ച നെല്ലിക്കയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഉപ്പിലിട്ട നെല്ലിക്ക വെച്ച് ആ രീതിയിലൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഒരു 3 നെല്ലിക്ക ഞാൻ എടുക്കുന്നുള്ളൂ. അത് കുരു കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ ആ നെല്ലിക്ക നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറായപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി. അതിന് ശേഷം ഒരു 3-4 വറ്റൽമുളകാണ് കേട്ടോ ചൂടാക്കി എടുക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മുളക് ചേർക്കാം. എന്നിട്ട് അതും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഒരു 4-5 ചുവന്നുള്ളിയും 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടി വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതും കുറച്ച് കറിവേപ്പിലയും. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതെല്ലാം തണുക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ ആദ്യം നെല്ലിക്ക ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉപ്പിലിട്ട നെല്ലിക്കയാണെങ്കിലും നമ്മൾ തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഉപ്പും പുളിയൊന്നും പാകത്തിനുണ്ടാവില്ല. അതുകൊണ്ട് ഒരല്പം പുളിയും ഒരല്പം ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ, അതുപോലെ തന്നെ അധികം പേസ്റ്റും ആവാതെ 1-2 വട്ടം ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിനാക്കി എടുക്കാം. എന്തായാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഉപ്പിലിട്ട നെല്ലിക്ക ഉള്ളവർ അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.